ബ്രഷ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ നിർബന്ധമാണ് കേട്ടോ. അപ്പം ഞാൻ എഴുന്നേറ്റ് ആദ്യം തന്നെ ചെയ്യുന്നത് ചായ തിളപ്പിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്ക് മാറാനായിട്ട്. ഇന്നും പതിവ് പോലെ ചായ തിളപ്പിച്ചു ഒരു ഗ്ലാസ് എനിക്ക് ഒഴിച്ച് വെച്ചിട്ട് പല്ല് തേച്ച് വന്നു. പിന്നെ ദേ അരി ഇടാനായിട്ട് കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നപ്പോഴേക്കും അരിയും കൂടി ഇട്ട് കൊടുത്തു. തിളച്ച് വന്നപ്പോഴേക്കും അത് ഇറക്കി വെച്ചു. പിന്നെ ഞാൻ ദേ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്കായിട്ട് ഞാൻ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൃഷിഭവനിൽ പോയപ്പോൾ അവിടെ മത്തൻ ഇരിക്കുന്നത് കണ്ടു. അതെനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ ദേ മത്തൻ ആദ്യം തന്നെ എടുത്തു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് വെച്ചു കേട്ടോ. തേങ്ങയൊന്നും ഇടുന്നില്ല. 2 പച്ചമുളക് കീറിയിട്ടു, കടുകും താളിച്ചിട്ട് മത്തനെ നേരെ ഇട്ടു, മഞ്ഞൾപ്പൊടിയും വെള്ളം ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ദേ ഉച്ചത്തേക്ക് ഞാൻ മുള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുള്ളം വെട്ടി തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ചോറ് വെന്തിട്ടുണ്ട്, അത് വാർത്തിടുന്നുണ്ട്. പിന്നെ ദേ കറി വെക്കാൻ പോവുകയാണ്. കുറച്ച് പാത്രങ്ങൾ തേക്കാണ്ടായിരുന്നു, അതും കൂടി തേച്ച് കഴുകി എടുത്തിട്ട് നമ്മുടെ മുള്ളം കറി വെക്കാം കേട്ടോ. അപ്പോൾ മുള്ളം കറി വെക്കാനായിട്ട് കൊച്ചുള്ളിയും ഇഞ്ചിയും പിന്നെന്താ കുറച്ച് വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചട്ടി ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഒന്നിട്ട് വഴറ്റിയെടുക്കുവാണ്. പാകത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് അതും കൂടി വഴറ്റിയെടുത്തു. പിന്നെ അതേ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു. കുറച്ച് കുടംപുളിയും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ മുള്ളനെല്ലാം ഒന്ന് പിറക്കി ഇട്ട് കൊടുത്തു. അങ്ങനെ ഇതേ നമ്മുടെ മുള്ളൻ കറി ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ മുള്ളൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മത്തനും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉച്ചയോൺ റെഡി ആയപ്പോഴേക്കും ഞാൻ ദേ മോനെ ചോറ് കഴിക്കാനായിട്ട് വിളമ്പി വെച്ചിട്ട് അവനെ വിളിച്ചു കേട്ടോ. അപ്പോൾ ദേ മാമനും പിരിമോളും കുഞ്ഞാവൊക്കെ അവിടെ ഇരുന്നുകൊണ്ടേ അവർ അമ്പലത്തിൽ പോയപ്പോൾ ബബിൾസ് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ആ ലോഷനൊക്കെ തീർന്നു പോയിട്ടോ. അതിൽ കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഞാൻ പറഞ്ഞു മതി വാ കളിച്ചത്, എന്താണെങ്കിലും സോപ്പ് പൊടിയും കൊണ്ട് നമ്മുടെ ആ ലോഷൻ കൊണ്ടുള്ള അത്രയും ബബിൾസ് ഒന്നും വരുന്നില്ല കേട്ടോ. അങ്ങനെ കളിച്ചത് മതി വാന്നും പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും പിന്നെ ഇത് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുവാണേ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാവേ. ബൈ.